ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതൊക്കെ കഴിക്കാനായിട്ട് ബേക്കറി പോയില്ലേ കഴിക്കുന്നത്, എന്നാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് നമുക്ക് വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ കളർ ക്യാപ്സിക്കം ഒരല്പം മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ യെല്ലോ കളറും ഒരല്പം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റെഡ് കളർ ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാത്തവർ ഇപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ അത് ഒരെണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ. ഞാനിത് ഒരെണ്ണം കൊണ്ട് ചേർത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റെഡ് കളർ ക്യാപ്സിക്കം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാബേജ്. ഒരല്പം ക്യാബേജ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നമുക്ക് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണം അടുപ്പിച്ചുണ്ട്. 6 സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലും കുറച്ചുമൊക്കെ എടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇച്ചിരി കുറച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഇനി നമ്മൾ ബേക്കറിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിതാ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ 4 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ആ മുരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും, പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതുപോലെ പിന്നെ മണ്ടയ്ക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പമല്ലേ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, വയറ് നിറയും. ഇപ്പോൾ ഞാൻ മറ്റേ പീസിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി ഒരല്പം മതിയാവും. അതിനുശേഷം നമുക്ക് അതും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒന്ന് ആ ബ്രെഡ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് അമർത്തിയെടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, തീ കത്തിക്കുക ഒന്നും വേണ്ട, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ മക്കൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു പീസ് കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം നമ്മുടെ ടൊമാറ്റോ സോസ് മറ്റേ ബ്രെഡ് കഷ്ണത്തിലേക്ക് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി 4ആയിട്ട് കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.